നമ്മുടെ എല്ലാ ടെക്നിക്കൽ ബ്രാഞ്ചസ് എടുത്താൽ, അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എടുത്താലും എല്ലാ ബ്രാഞ്ചസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പബ്ലിക് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിങ്സ് ഉള്ള ഒരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. PSC, കേരള PSCയുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് എല്ലാ മന്തും വരാറുണ്ട്. ഈ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒരു പോസ്റ്റെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. നമ്മളിപ്പോൾ കേരള സ്റ്റേറ്റ് എക്സാംസിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു ഓൾമോസ്റ്റ് മാം. നമുക്ക് സെൻട്രൽ PSU വൈസ് ആയിട്ട് എക്സാംസ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു കോഴ്സിലൂടെ? നമ്മൾ കുറച്ച് പഠിച്ചിട്ട് അവിടെ പോയി, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് അവിടെ പോയിട്ട് നമുക്ക് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഹായ് ഓൾ, എൻട്രിയുടെ ഏറ്റവും പുതിയ കോഴ്സായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡിസ്കഷൻ്റെ പാനലിസ്റ്റായിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത് എൻട്രിയുടെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എക്സാംസിൻ്റെ അക്കാഡമിക് ഇന്നൊവേഷൻ ഹെഡായിട്ടുള്ള അമ്മു മിസ്സാണ്. അമ്മു മിസ്, വെൽക്കം ടു ദ ഡിസ്കഷൻ. സോ ബേസിക്കലി ഈ ഒരു കോഴ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പുതിയൊരു ഇൻട്രൊഡക്ഷനെ കുറിച്ച് നമ്മുടെ വ്യൂവേഴ്സിന് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പം ബേസിക്കായിട്ടുള്ള എന്താണ് ഈ ഒരു കോഴ്സ് എന്ന് ചോദിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഴ്സിൽ അവർക്ക് ഗവൺമെൻറ് സെക്ടറിൽ എത്രത്തോളം സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ എല്ലാ ടെക്നിക്കൽ ബ്രാഞ്ചസ് എടുത്താൽ, അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എടുത്താലും എല്ലാ ബ്രാഞ്ചസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പബ്ലിക് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിങ്സ് ഉള്ള ഒരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരള PSC എടുത്താലും നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എടുത്താലും എല്ലാ ബ്രാഞ്ചിനും കൂടിയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ RRBJയുടെ കാര്യം പറയുകയാണെങ്കിൽ RRBJ ഇപ്പം നമുക്ക് വിളിക്കുമ്പം ജൂനിയർ എഞ്ചിനീയർ വിളിക്കും. RRBJ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റാണ്. അപ്പോൾ അത് ഡിപ്ലോമ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയാണ്, പക്ഷേ അത് എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് വിളിക്കും. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അപ്പം എന്തുകൊണ്ടും നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് എടുത്താലും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എടുത്താലും ഓപ്പർച്യൂണിറ്റി വൈസ് ഏറ്റവും കൂടുതൽ ബൂണുള്ള ഒരു ബ്രാഞ്ചാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, നമുക്കിപ്പോൾ വന്ന റീസെൻ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്താൽ മതി. PSC, കേരള PSCയുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് എല്ലാ മന്തും വരാറുണ്ട്. ഈ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒരു പോസ്റ്റെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. അപ്പോൾ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു സീസണാണ് ആക്ച്വലി. സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 വർഷം, ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷമാണ് കേരള PSCയെ സംബന്ധിച്ച്. ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ വേറെ എക്സാംസും അവർക്ക് വരും. ഇപ്പോൾ ഒരു ആൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു ശരാശരി ഉദ്യോഗാർത്ഥി 21 വയസ്സായിരിക്കും. അപ്പോൾ അയാൾ ഒരു 2 വർഷം ഇതിനു വേണ്ടി 2 വർഷം എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമല്ല, നമുക്ക് ഒരു എക്സാം വിളിച്ച് അപ്ലൈ ചെയ്ത് എഴുതാനുള്ള ടൈമാണ്. അതിനുള്ളിൽ നമുക്ക് ഒരു 2 വർഷം ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ സർവീസിൽ കയറാൻ പറ്റും. അപ്പം നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് വൈസ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് വൈസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ബ്രാഞ്ചാണ് അത്. നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മാം, നമ്മൾ ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എല്ലാവരും ആദ്യം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്താണ് ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പാസ് ഔട്ട് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിന് എന്തായിരിക്കും ഈ കോഴ്സിലൂടെ ലഭിക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ പേര് പറയുന്ന പോലെ തന്നെ ഫൗണ്ടേഷൻ, അതായത് നമുക്ക് ഇനി വരുന്ന ഏതൊരു എക്സാമിനും ഫൗണ്ടേഷൻ തൊട്ടിട്ടേ സ്ട്രോങ് ആയി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ്. അതായത് ഇപ്പം നമ്മൾ മിയർലി നമുക്ക് പെട്ടെന്ന് നമ്മൾ കരിയറിൽ വേറൊരു കരിയർ എടുത്തു, അതായത് ഇപ്പം നമ്മൾ PSC ജോബ്സ് അല്ല നോക്കുന്നത്, നമ്മളൊരു പ്രൈവറ്റ് സെക്ടർ ജോബ് നോക്കുന്നു. പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പം പെട്ടെന്ന് സ്വിച്ച് ഇട്ട് എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് എക്സാം അടുപ്പിച്ച് പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നത്, എക്സാം വന്നു, എക്സാം ഡേറ്റ് വരുമ്പോൾ അടുപ്പിച്ചാണ് പഠിക്കുന്നത്. അത് ഇങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു 2019 മുന്നേ വരെയൊക്കെ. അങ്ങനെ എക്സാം അടുപ്പിച്ച് അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വരുന്ന സമയത്ത് കുറേ പഴയ MCQs നോക്കി ഒക്കെ പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സെനാരിയോ മാറി. ഒരുപാട് പേരും നമുക്ക് കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് പേർക്കും സ്റ്റേബിളായിട്ടുള്ളൊരു കരിയറിനെ കുറിച്ച് നല്ല അവെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പബ്ലിക് സെക്ടർ ജോബിന് ഒരുപാട് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അവർ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ MCQs നോക്കിയിട്ടോ അല്ലെങ്കിൽ കുറേ സമയം എത്തുമ്പോൾ കുറച്ച് പഠിച്ചിട്ടോ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയാൽ പോലും ജോലി ഉറപ്പ് വരുത്താൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ പോലും വരത്തില്ല, അതാണ് സത്യം. അപ്പോൾ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റില്ല. അതെന്താണ് ആ ഒരു ഡിഫറൻസ്? ഇപ്പോൾ വന്ന എക്സാമിൻ്റെ പാറ്റേൺ, അതായത് നമുക്ക്
ഒരു നമ്മൾ ബിടെക്കിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മുടെ സിലബസ് ഇപ്പം നമുക്ക് ഒരു എക്സാമിന് സിലബസ് വന്നിട്ടുണ്ടെങ്കിൽ ആ സിലബസ് 100% കവർ ചെയ്ത് പോകുന്ന കുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പം നമ്മൾ കുറച്ച് പഠിച്ചിട്ട് അവിടെ പോയി അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് അവിടെ പോയിട്ട് നമുക്ക് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം നമ്മൾ ഫ്രം ദ സ്ക്രാച്ച്, അതായത് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി എങ്ങനെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി, അത് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല, കോൺസെപ്റ്റ് എങ്ങനെ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ അപ്ലൈ ചെയ്യുന്നു അതൊക്കെ മനസ്സിലാക്കും. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു കുട്ടീനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പം അവർ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഫേസ് ചെയ്യുന്ന രീതിയിൽ മൗൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മാം ഇപ്പോൾ ഒരു നമ്മുടെ ഈ എക്സാം പാറ്റേൺസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ പൊതുവേ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കണ്ടുവരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും നമ്മുടെ സെമസ്റ്റർ എക്സാംസിന് നമ്മൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. നേരെ മറിച്ചൊരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പരീക്ഷകളിലേക്ക് വരുമ്പോൾ, അതിപ്പോൾ ഈ ഗവൺമെൻറ് എക്സാംസ് ആയിക്കോട്ടെ, സെൻട്രൽ ബേസ്ഡ് എക്സാംസ് ആയിക്കോട്ടെ, അവിടെ എല്ലാം തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പം എത്തരത്തിലായിരിക്കും സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് ഈ ഒബ്ജക്റ്റീവ് എക്സാംസിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ എത്തരത്തിലായിരിക്കും ഈ കോഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാര്യം നമ്മൾ ബിടെക് 4 വർഷം പഠിക്കുന്ന സമയത്ത് നമ്മൾ അതായത് ഇപ്പോൾ ഒരു സെമ്മ് പറയുവാണെങ്കിൽ ഇത്രയും ആസ് കിട്ടും, ഇത്രയും ആസ് വെച്ചിട്ടാണ് സിലബസ് ഫോമുലേറ്റ് ചെയ്തത്. പലപ്പോഴും ആ ആവാസ് നമുക്ക് കിട്ടാറില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ സ്ട്രൈക്ക് വരാം, അതല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഫെസ്റ്റുകൾ അങ്ങനെ കാര്യങ്ങൾ വന്നിട്ട് ടീച്ചേഴ്സ് പെട്ടെന്ന് ആ ഒരു സബ്ജക്റ്റ് തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ്. അത് ആരുടെയും പ്രശ്നമല്ല, നമ്മുടെ കരിക്കുലത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നവരാണെങ്കിലും ഒരിക്കലും അന്നന്ന് പഠിക്കുന്ന ഒരു പാറ്റേൺ ഒന്നും ബിടെക് സ്റ്റുഡൻസിന് ഇല്ല. എക്സാം അടുപ്പിച്ച് അല്ലെങ്കിൽ കുറച്ച് എക്സാം അടുപ്പിച്ച് അത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഇപ്പോൾ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ എസ് ആയിട്ട് ചോദിക്കുന്ന ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ട് പോകും, അത് കിട്ടിയാൽ അല്ല അതിൻ്റെ ഓറ് ചിലപ്പോൾ പഠിക്കില്ല. നമുക്ക് എസ് എ സ്ഥിരം ഡിസൈനൊക്കെ പറയുകയാണെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന ഡിസൈൻസ് ഉണ്ട്, അത് മാത്രം പഠിച്ചിട്ടാകും കൊടുക്കും. പഠിപ്പിക്കുന്ന സമയത്ത് പറയും ഇത് പഠിച്ചാൽ മതി കിട്ടും, അത് മാത്രം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോവാറ്. പക്ഷെ ഒരിക്കലും നമ്മൾ എല്ലാം പഠിച്ചിട്ട് ബിടെക് കഴിഞ്ഞ് ഇറങ്ങുന്നില്ല. അപ്പം നമ്മൾ സബ്ജക്റ്റീവ് എക്സാംസിന് മാർക്ക് കിട്ടും, യൂണിവേഴ്സിറ്റിയിലും നല്ല മാർക്ക് കിട്ടും. പക്ഷേ അങ്ങനെ ഒരു മോൾഡ് ചെയ്ത് കൊടുത്ത ഒരാൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം വിട്ട് ഒബ്ജക്റ്റീവ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഒന്നാമത്തെ കാര്യം, പല കാര്യങ്ങളും ബിടെക്കിന് പഠിച്ചിട്ടില്ല, പലതിൻ്റെയും കോൺസെപ്റ്റുകളില്ല, മിയർലി കുറച്ച് എന്തൊക്കെയോ സ്റ്റെപ്പുകൾ പഠിച്ച് വെച്ചൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളടക്കം അങ്ങനെ ആയിരിക്കും പഠിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സബ്ജക്ട്സ് ഇൻ ഡെപ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഒരു ശരാശരി ഒരു കുട്ടിക്ക് ഒരു 4 മാസം കൊണ്ട് കോൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റും. അത് കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള സമയമാണ്, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സമയമല്ല. അത് കഴിഞ്ഞിട്ട് ആ കോൺസെപ്റ്റുകൾ വെച്ച് ബിൽഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നമുക്കൊരു എക്സാമിൻ്റെ സിലബസ് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ RRB JEയുടെ എക്സാം എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പാറ്റേൺ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇതാണ് സിലബസ് എന്ന് അവർ പബ്ലിഷ് ചെയ്ത് തരും. പക്ഷേ സിലബസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കീ ആയി, നമുക്കിനി വർക്ക് ചെയ്താൽ മതി അതിൻ്റെ പുറത്ത്. ആ സിലബസ് എടുത്ത് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. ക്വസ്റ്റ്യൻസ് അപ്പം ഒരിക്കലും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് കണ്ട പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല, അതിലും ഭയങ്കര സിമ്പിളാണ് ആക്ച്വലി. പക്ഷേ ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല അൺലെസ് ആണെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് പറ്റില്ല. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ എളുപ്പമാണല്ലോ, ഇതൊക്കെ നമ്മൾ എവിടെ കേട്ടു. പക്ഷേ ഇതൊരിക്കലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കേരള PSCക്ക് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷകൾ എടുത്തു കഴിഞ്ഞാൽ ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസ് അത്യാവശ്യം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളെക്കാളും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കേരള PSC നടത്തുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് ഇത്രയും കാലം നല്ല കാൽക്കുലേഷനുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് അത് പഠിച്ചുകൊണ്ട് പോയ ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഫുള്ള് തിയറി പോലത്തെ. തിയറി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത് 4 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ഏതാ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു സബ്ജക്റ്റ് കുറേ ഫോമുലാസ് പഠിച്ച് അല്ലെങ്കിൽ കുറേ സ്റ്റെപ്പുകൾ പഠിക്കുന്നതിനേക്കാളും സബ്ജക്റ്റ് അറിഞ്ഞ് ഇഷ്ടത്തോടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പോകണം. അപ്പം ഈ ഒരു വ്യത്യാസമാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാംസിലേക്ക് വരുന്നത്. പിന്നെ മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഈ സ്പീഡ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റിന് ലെസ് ദാൻ 1 മിനിറ്റിൽ ആൻസർ ചെയ്യേണ്ടി വരും. അതാണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഒരു പ്രത്യേകത. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അങ്ങനെ തന്നെയാണ്, പക്ഷേ എന്നാലും അത്രയും നമുക്ക് ടൈറ്റ് അല്ല. അത് ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ ഡിഫറൻസ് കൊണ്ടാണ്. അപ്പം ഈ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ പുതിയതാവരുത്. മനസ്സിലായി? നമ്മൾ ആ ഒരു പഴയ, അതായത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്, ഒരു 400 ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്കിന് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു പാറ്റേൺ എങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ്, അതായത് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ മെയിൻലി ചെയ്യുന്ന സബ്ജക്റ്റീവ് എക്സാംസിൽ നിന്ന് വിട്ട് ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇവർക്ക് പുതിയതാവരുത്. അവർ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അറിഞ്ഞിരിക്കാം. അപ്പം പിന്നെ അപ്പോൾ ആ സ്പീഡ്
കറക്റ്റായിട്ട് വരും. പിന്നെ അക്യുറസിയുടെ കാര്യമാണ് രണ്ടാമത്. ഈ അക്യുറസി എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നത്. ബിടെക്കിന് 4 വർഷവും എന്ത് ചോദിച്ചാലും കാൽക്കുലേറ്റർ ഇട്ട് നമ്മൾ ആൻസർ പറഞ്ഞ ഒരു രീതിയാണ്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിലേക്ക് വരുമ്പം കാൽക്കുലേറ്റേഴ്സ് പെർമിറ്റഡ് അല്ല, കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാനേ പറ്റില്ല. അപ്പം നമ്മൾ ഒരു വലിയൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഫോമുലയാണ് എനിക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് ആൻസർ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ പേജ് മറിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ തെറ്റാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അവിടെയും നമുക്ക് ഈ ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻ വരും. അപ്പം അവിടെയുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹാർഡ് വർക്ക് മാത്രം സക്സസ് തരത്തില്ല, നമ്മൾ സ്മാർട്ട് വർക്ക് കൂടെ കൊണ്ടുവരണം. അതായത് നമ്മൾ ഈ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റും. വലിയ വലിയ കാൽക്കുലേഷൻസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു കൊടുക്കും. അതായത് ആദ്യം അവർക്കൊരു ബേസ് കൊടുക്കും. മാത്തമാറ്റിക്സിൽ ഒരു ബേസ് ആദ്യം വേണം. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒട്ടുമിക്ക 90% സബ്ജക്ട്സിനും മാത്തമാറ്റിക്സിൽ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത് ആക്ച്വലി നമ്മുടെ ആ ഒരു കരിക്കുലത്തിൽ നിന്നും ഒബ്ജക്റ്റീവിലേക്ക് മാറുമ്പോൾ വരേണ്ട ഏറ്റവും വലിയ വ്യത്യാസം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മാം, സിവിൽ എഞ്ചിനീയേഴ്സിന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് നിരവധി കോഴ്സുകൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സിവിൽ ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് ഉണ്ടോ? എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാം വരികയാണ്, ആ എക്സാമിന് ഫോക്കസ് ചെയ്തുള്ള കോഴ്സ് എടുത്ത് പഠിച്ചാൽ പോരെ എന്നുള്ളത്. അപ്പം അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം കഴിഞ്ഞ ദിവസം RRBJയുടെ അതായത് റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയറിന് വേക്കൻസീസ്, ടെൻറ്റേറ്റീവ് വേക്കൻസീസിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാം വരുമെന്ന് ഏകദേശം ഉറപ്പായി, അതായത് ഉടനെ തന്നെ വരും എന്ന്. നമ്മൾ RRBJ എക്സാം മാത്രം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് 2 ടയറിൻ്റെ എക്സാം എഴുതണം. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. CBT 1 എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഒരു ക്വസ്റ്റ്യനും ഇല്ല, ഫുള്ള് ജനറൽ നോളജ്, മാത്സ്, മെൻ്റൽ എബിലിറ്റി അങ്ങനെയാണ്. CBT 2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ടെക്നിക്കലിന് 100 മാർക്കും 50 മാർക്ക് നോൺ ടെക്നിക്കലും ഉണ്ട്. അപ്പോൾ നമ്മൾ CBT 1 മാത്രം പഠിച്ചത് കിട്ടിയിട്ടുണ്ടെങ്കിൽ CBT 2 നോക്കാം എന്നുള്ള രീതിയിൽ പോകും. അപ്പോഴും എന്താണ്, നമുക്ക് CBT 1ൻ്റെ റിസൾട്ട് വന്ന് 2 ആഴ്ചക്കുള്ളിൽ CBT 2 നടക്കും. അപ്പോൾ ടെക്നിക്കൽ പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല. 2 ആഴ്ച കൊണ്ട് ഒരിക്കലും ഒരു മാജിക്കും ഇല്ല അതിനകത്ത് പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് ആ ഒരു എക്സാം, പിന്നെ അത് മാത്രമല്ല RRBJയുടെ മാത്രം കോഴ്സ് എടുക്കുന്നവരാണ് അത് മാത്രം പഠിക്കും. ചിലപ്പോൾ RRBJ എക്സാം വരുമ്പോൾ തന്നെ നമുക്ക് അടുത്ത നമ്മുടെ LSTD വിളിക്കാം. അപ്പോൾ LSTDയിലോട്ട് സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ബിക്കോസ് നമ്മൾ RRBJയുടെ ഒരു ലെവലിൽ പഠിച്ച് വന്നാൽ LSTDയായിട്ട് ഭയങ്കര വ്യത്യാസം. LSTD കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, RRBJ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കിടക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകും. നമ്മുടെ ഗോൾസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും ഒരു ഡിസിഷനിലെത്താൻ പറ്റത്തില്ല എന്താണ് നമ്മുടെ ഗോൾ എന്ന്. ചിലപ്പോൾ അതിനേക്കാളും വേക്കൻസി ഉള്ള ഒരു പോസ്റ്റായിട്ട് ചിലപ്പോൾ നമ്മളെ വിളിക്കും, അതല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഏതിൽ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നമ്മൾ നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് ഇപ്പം നമ്മൾ ടെക്നിക്കൽ കണ്ടൻറ്റാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫാക്കൽറ്റീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ മെജോറിറ്റി ഫസ്റ്റ് തൊട്ടേ ടെക്നിക്കൽ സബ്ജക്ട്സിനുള്ള കോൺസെപ്റ്റും അതുപോലെ അതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ സിമ്പിളാക്കാനുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ആ സമയത്തായിരിക്കും ചിലപ്പോൾ RRBJ എക്സാമിന് എനിക്ക് പഠിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് തന്നെ RRBJക്ക് വേണ്ട ജനറൽ എക്സാമിൻ്റെ കണ്ടൻറ്റ് ഇവർക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഒരു ബ്രാഞ്ച് മാത്രമുള്ള ഒരു സെഗ്മെൻ്റ് അല്ല. അത് മാത്രമല്ല SSC SSC ഉണ്ട്, JEE ലെവലിലുണ്ടാണെങ്കിലും അല്ലെങ്കിൽ CGL ലെവലിലാണെങ്കിലും എല്ലാം നമുക്ക് ഗേറ്റ് ഉണ്ട്. എല്ലാ ഒരു എക്സാംസിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ജനറൽ നോളജ് എടുക്കാനാണെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് നമുക്ക് അൺലോക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് ഇപ്പോൾ RRB മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആ കോഴ്സിൻ്റെ കണ്ടൻറ്റ് മാത്രമേ നമുക്ക് കിട്ടൂ. SSC JEE വരുമ്പോൾ അപ്പോൾ അത് പറ്റത്തില്ല, അല്ലെങ്കിൽ AE എക്സാംസ് വരുമ്പോൾ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പാരലലി നമുക്ക് ഈ എക്സാംസിനെല്ലാം വേണ്ട കണ്ടൻറ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യനും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിന് ഏതൊക്കെ സ്പെസിഫിക് കോഴ്സുകളായിരിക്കും സിവിൽ എഞ്ചിനീയറിംഗിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ കോഴ്സുകളായിരിക്കും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്നൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പം നമ്മൾ എൻട്രിയിൽ അതായത് ITI ലെവലുള്ള പരീക്ഷ തൊട്ടിട്ട് MTech ലെവലുള്ള എക്സാംസിന് വരെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്ക് ഇനി വരാൻ പോകുന്ന ഏറ്റവും മേജറായിട്ടുള്ള എക്സാം എന്ന് പറഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയർ തന്നെയാണ്. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സ് കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് LSTDയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. കേരള PSCയിൽ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റ് മൊത്തം ചരിത്രത്തിൽ ടെക്നിക്കലിൽ ഒരു ചരിത്രത്തിൽ ഫുൾ അഡ്വൈസും പോയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് LSTD എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വന്നു പെട്ടാൽ
ജോലി കിട്ടും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ആ സെനാരിയോ കുറച്ച് മാറുന്നുണ്ട്, എന്നാലും അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ളതാണ്. അപ്പം നമുക്ക് LSCDAയുടെ കോഴ്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്, RRBJ ഇൻക്ലൂഡ് ആണ്, പിന്നെ SSCGയുടെ ഫസ്റ്റ് ടയർ കഴിഞ്ഞു. ഇനി അടുത്ത വർഷം SSCGക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, എന്നാലേ അടുത്ത വർഷമാകുമ്പോൾ അതിനുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും BTech ലെവലിലുള്ളതായി. പിന്നെ നമുക്ക് ടീച്ചിങ് ജോബ് തന്നെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ITL ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് കയറാൻ പറ്റും. അത് ഡിപ്ലോമ ലെവലിലെ കോഴ്സാണ്. ഡിപ്ലോമ ലെവലിലെ ആ കോഴ്സസ്, അതുപോലെ ഓവർസിയ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും. അങ്ങനെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ഇനി ഒരു 2 വർഷം നമുക്കിപ്പം നമ്മുടെ PSCയുടെ പേജ് തന്നെ എടുത്ത് നോക്കിയാൽ പരിശോധിക്കാൻ പറ്റും. നമുക്ക് 2022 നിലവിൽ വന്ന ഒട്ടനവധി ലിസ്റ്റുകളാണുള്ള. ഇതെല്ലാം 2025 ആകുമ്പോഴത്തേക്ക് എൻഡ് ആവും അതിൻ്റെ വാലിഡിറ്റി. അതായത് ഇതെല്ലാം 2024 നോട്ടിഫിക്കേഷൻ വിളിച്ച് എക്സാം പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ 25 ലിസ്റ്റ് തീരുമ്പോഴത്തേക്ക് ഈ എക്സാംസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC അത്രയും വേഗത്തിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ലിസ്റ്റുകൾ കേരള PSCയുടെ ലിസ്റ്റുകൾ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാംസ് നമുക്ക് ഈ 2 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. അതിൽ RRBJ 2 വർഷം വേണ്ട, 1 വർഷത്തിനുള്ളിൽ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ SSCGE എടുത്താലും ഒക്കെ നമുക്ക് ഈ 2 വർഷത്തിനുള്ളിൽ ഒരു 15+ എക്സാംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ 15+ എക്സാംസിനും ഒരേപോലെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത്. ഇത് വിചാരിക്കും എല്ലാം കൂടി എങ്ങനെയാണ് പഠിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2023 ഒരു സെനാരിയോ എടുത്താൽ ജൂൺ മാസം കംപ്ലീറ്റ് സിവിൽ എഞ്ചിനീയേഴ്സിന് എക്സാം ആയിരുന്നു. ആദ്യത്തെ ആഴ്ച ഒരു എക്സാം, രണ്ടാമത്തെ ആഴ്ച ഒരു എക്സാം. ആദ്യത്തെ ആഴ്ചത്തെ എക്സാം എന്ന് പറയുന്നത് AE എക്സാം ആയിരുന്നു BTech ലെവലിൽ. രണ്ടാമത്തെ ആഴ്ച ഡിപ്ലോമ ലെവലിലെ പരീക്ഷ, മൂന്നാമത്തെ ആഴ്ചയിൽ ITI ലെവലിൽ. അപ്പം AEക്ക് പഠിച്ച ഒരാൾ വന്ന് പറയാം എനിക്ക് ഡിപ്ലോമ ലെവലിൽ എഴുതാൻ പറ്റും, പക്ഷെ പറ്റത്തില്ല. AE ലെവലിലെ ക്വസ്റ്റ്യൻസ് വേറെയാണ്. ഡിപ്ലോമ ലെവലിൽ പിന്നെയും നമുക്ക് എഴുതാൻ പറ്റിയാലും ITI ലെവലിലെ പരീക്ഷ ഒരിക്കലും BTech ലെവലിൽ പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റത്തില്ല. അതിന് ITIക്കാരുടെ ബുക്ക് തന്നെ പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ പഠിച്ചവർക്ക് ആ ജോലികൾ കിട്ടും. അത് നമ്മൾ സ്വിച്ച് ചെയ്ത് ഇതുപോലെ നമ്മുടെ ഒരു ലക്ഷ്യമില്ലാതെ ഏത് പഠിക്കണം എന്ന് വിചാരിച്ചവർക്ക് ആ ഒരു മാസം കൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആ വർഷത്തെ തീർന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോൺസിക്യൂട്ടീവായിട്ട് എക്സാംസ് വരാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ഏത് നിമിഷവും എക്സാം ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് നമ്മളിരിക്കണം. അപ്പോൾ ഈ ഒരു 2 വർഷം നമ്മുടെ കയ്യിൽ എന്തായാലും ഗ്യാപ്പുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ എക്സാംസിനെല്ലാം, അതായത് ITI ലെവൽ ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ലെവൽ ദ എക്സാംസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ റെഡിയാക്കി വെക്കുക എന്നുള്ള ഒരു ഹെൽപ്പാണ് എൻട്രിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഉദ്യോഗാർത്ഥികൾ കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും വലിയൊരു ഫീച്ചർ ഗേറ്റ് കോഴ്സ്, നമ്മുടെ എൻട്രിയുടെ ഗേറ്റ് കോഴ്സ് നമ്മൾ ആഡ് ഓൺ ആയിട്ട് ഫൗണ്ടേഷൻ കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ RRBJയും ഒരുപാട് പേരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം, നല്ലൊരു ചെറിയൊരു പ്രായത്തിൽ കയറാൻ പറ്റിയ നല്ലൊരു ജോബാണ് റെയിൽവേയിലെ ജോലി എന്ന് പറയുന്നത്. എല്ലാവിധ ആനുകൂല്യങ്ങളോട് കൂടിയിട്ടുള്ള ജോലിയാണ്. അതും സിവിലുകാർക്കാണ് അവിടെയും വേക്കൻസി കൂടുതൽ. അപ്പോൾ RRBJയുടെ 2 ടയറായിട്ടുള്ള പരീക്ഷയ്ക്ക് ജനറൽ കണ്ടന്റും നമ്മൾ കൊടുക്കുന്നുണ്ട്, ടെക്നിക്കൽ കണ്ടന്റും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പം സ്റ്റുഡൻസിന് വരുന്നൊരു ചോദ്യമായിരിക്കും, ഇപ്പം ഞാൻ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് കറൻ്റ്ലി നമ്മുടെ ഈ ഒരു കോഴ്സ് പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാം പറഞ്ഞ പോലെ ഒരുപാട് എക്സാംസ് അതിൻ്റെ ഇടയിൽ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം അതിന് നമ്മൾ എത്തരത്തിലായിരിക്കും അവരെ പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്? കാരണം അതൊരു ഡിഫിക്കൽട്ടി വരുന്നൊരു ഫാക്ടറാണല്ലോ. കാരണം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം മേ ബി ഒരു 1 or 2 months ഒരു എക്സാം വരുന്നു. അപ്പം ഏത് രീതിയിലായിരിക്കും നമ്മൾ അവർക്ക് ആ കണ്ടന്റ് ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ്ങിൽ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഒരു കോൺഫിഡൻസ്? നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് ബേസിക്സിൽ നിന്നാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സിവിലിൻ്റെ ബേസിക് സബ്ജക്ട്സ് എന്ന് പറയുന്നത്, അതായത് കോർ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ സബ്ജക്ട്സ് ആണ്. ഈ സ്ട്രക്ചറൽ സബ്ജക്ട്സിന് കോർ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണമെങ്കിൽ കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ സബ്ജക്റ്റ് അങ്ങ് സേഫാക്കി വെക്കുകയാണ്. അതായത് മാക്സിമം വേഗത്തിൽ നമ്മൾ ആ കോഴ്സസ് ലൈവും കൊടുത്ത് ഒക്കെ. അപ്പോൾ ലൈവൊക്കെ നമ്മൾ എപ്പോഴും AE ലെവലിൽ BTech ലെവലിൽ കൊടുക്കുള്ളൂ. പെട്ടെന്ന് നമുക്ക് അതിൽ താഴ്ന്ന ഒരു ലെവലിൽ ഒരു എക്സാം വരികയോ അല്ലെങ്കിൽ ഒരു എക്സാം പെട്ടെന്ന് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി ആ എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത ലൈവ് ക്ലാസ്സസ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല സ്റ്റഡി പ്ലാൻ വ്യക്തമായിട്ട് കിട്ടും എന്നുള്ള കാര്യമാണ്. അതായത് ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരാൾ പുഷ് ചെയ്യാനുണ്ടെങ്കിൽ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലൊരു പുഷിങ് നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. മാത്രമല്ല 2 ഡബിൾ മെൻറ്റർഷിപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു മെൻറ്ററല്ല 2 മെൻറ്ററുണ്ട്. അവരെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാനായിട്ടൊരു ടീം തന്നെ അവരെ കൂടെയുണ്ട്. അപ്പോൾ അവരെ ഈ ഒരാഴ്ച എന്തൊക്കെ പഠിക്കണം, ആ പഠിച്ച കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അവരെ കംപ്ലീറ്റ്ലി എക്യുപ്ഡ് ആക്കുക. അത് ഏത് എക്സാം ആണെങ്കിലും, ഏത് എക്സാമാണ് വരുന്നത് അതിന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ലൈവ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ലൈവ് ക്ലാസ്സസിലൂടെ ഏത് തരത്തിൽ എക്സാം വന്നാലും അവരെ എക്യുപ്ഡ് ആക്കുക എന്നുള്ള കാര്യം നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് വഴി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മളിപ്പം കേരള സ്റ്റേറ്റ് എക്സാംസിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഓൾമോസ്റ്റ് മാം
നമുക്ക് സെൻട്രൽ PSU വൈസ് ആയിട്ട് എക്സാംസ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു കോഴ്സിലൂടെ? തീർച്ചയായിട്ടും പറ്റും. കാര്യം PSU വൈസ് നമ്മൾ എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ മെയിൻലി വരുന്ന ബാർക്കിൻ്റെ എക്സാം വരും, അതുപോലെ തന്നെ ISROയിൽ വരും, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI വരും. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അവർ എക്സാംസ് നടത്തുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇതിനകത്ത് ജനറൽ കണ്ടൻറ്റ് കയറി വരും. അതായത് ജനറൽ നോളജും ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ എബിലിറ്റി അതൊക്കെ വരും. ഇതൊക്കെ നമുക്ക് ഒരു ആക്ച്വലി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാത്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ടെക്നിക്കലുകാർക്ക് കൊണ്ടാണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ടൈം ഫ്രെയിമിനുള്ളിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു വരുന്നത് ജനറൽ കണ്ടൻറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവർക്ക് കണ്ടിട്ട് ആ ഒരു ഭാഗം സ്ട്രോങ് ആക്കുന്നതിനോടൊപ്പം ബാർക്ക് എക്സാം ഒക്കെ എടുക്കുവാണെങ്കിൽ ഗേറ്റിൻ്റെ അതേ പാറ്റേണിൽ അതേ സെയിം സിലബസും കൂടിയാണ്. അപ്പോൾ ഗേറ്റ് ഓൾറെഡി ഫ്രീ ആയിട്ട് അവർക്ക് അൺലോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ ISRO ലെവലിലെ അപ്പോൾ ISRO എക്സാം വരുന്നുണ്ടെങ്കിൽ ISRO ലെവലിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഏത് PSU ആണെങ്കിലും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലെ എക്സാംസ് ഇങ്ങനെ ഓട്ടോണമസ് ആയിട്ട് നടത്തുന്നതൊക്കെ തന്നെ അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ അഡ്വാൻറ്റേജ്. ചുരുക്കി പറഞ്ഞൊരു ഓൾ ഇൻ വൺ പാക്കേജ് ആയിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സ് നമുക്ക് എല്ലാ എക്സാംസിനും അവരെ എക്യുപ്ഡ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും മാം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫർദർ നമ്മുടെ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. കമൻസിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താം. നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു മിസ് ഫോർ കമ്മിങ്. താങ്ക് യു ഓൾ.